അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇബാദത്തുണ്ട്, നോമ്പുണ്ട്, മറ്റുള്ള കർമ്മങ്ങൾ മുഴുവനുമുണ്ട്. എന്നാൽ അത് പോരാ, നിസ്കാരം പോരാ, ഇബാദത്ത് പോരാ, നോമ്പ് പോരാ. കുടുംബ ബന്ധം മുറിച്ചവരാണെങ്കിൽ അവർ നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ, എന്നാൽ മറ്റൊരു പെണ്ണിനെ പറ്റി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്ന് പറയുന്ന നബിയെ, അവർ വല്ലാതെ ഇബാദത്തുള്ളവരല്ല, അവർ വളരെ വല്ലാതെ ഇബാദത്തുള്ളവരല്ല, ഫർദ് നമസ്കാരം മാത്രം നമസ്കരിക്കുന്നവരാ, വല്ലാതെ അല്ലാഹുവുമായിട്ട് അടുപ്പമുള്ളവരല്ല, വല്ലാതെ സുഹൃതം ചെയ്യുന്നവരല്ല. പക്ഷേ അവര് കുടുംബ ബന്ധം ഇണക്കി ചേർക്കാൻ വേണ്ടി, കുടുംബ ബന്ധം ഒട്ടിക്കാൻ വേണ്ടി, കുടുംബ ബന്ധം പൊട്ടിക്കിടക്കുന്നതിന് കൂട്ടിയിണക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കുടുംബ ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നവരാണ് നബിയേ. അവരെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഹിയ ഫിൽ ജന്നാ, അവള് സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, ഈ സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്, അവര് കന്നുകാലികളെ വളർത്തിയിട്ട്, പശുക്കളെ വളർത്തിയിട്ട്, മാടുകളെ വളർത്തിയിട്ട്, ഇതാ അതിൽ നിന്നും കിട്ടുന്ന പാലുകൾ വിറ്റുവിടുന്ന വളരെ യാതനകൾ അനുഭവിക്കുന്ന പെണ്ണായിരുന്നു. പക്ഷേ ഈ വയോവൃതയായ പെണ്ണുണ്ട്, ഈ വയോവൃതയായ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ കുടുംബ ബന്ധം തുന്നിച്ചേർക്കാൻ, കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ, കുടുംബ ബന്ധം ചേർക്കാൻ അല്ലാഹുവിനെ കഴിയെ, അല്ലാഹുവിന്റെ റസൂലിനെ കഴിയെ അവർ ശക്തമായി മുന്നോട്ട് വന്നത് കൊണ്ട് അവര് സ്വർഗത്തിലാണ്. നമ്മൾ ചെയ്യുന്നതെന്താ? എങ്ങനെങ്കിലും കുടുംബ ബന്ധം നല്ലതുപോലെ, കുടുംബം ബന്ധം നല്ലതുപോലെ മെച്ചപ്പെട്ടു പോകുന്നെങ്കിൽ അത് എങ്ങനെങ്കിലും എന്തോ ഒരു സൗഹാർദ്ദമാണ്, എന്തോ ഒരു സ്നേഹമാണ് ജ്യേഷ്ഠൻ അനുജനോട്, എന്തോ ഒരു സ്നേഹമാണ്, എന്തോ ഒരു ബഹുമാനമാണ് അനുജന് ജ്യേഷ്ഠനോട്. ഇതെങ്ങനെങ്കിലും തല്ലി തകർക്കാൻ വേണ്ടി, തല്ലി തകർക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്, അല്ലേ? ഇത് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അർറഹ്മു മുഅല്ലഖതും ബിൽ അർശ് വമൻ വസലഹു വസലഹു അല്ലാഹ് വമൻ ഖതഅഹു ഖതഅഹു അല്ലാഹ്. ഈ കുടുംബ ബന്ധമുണ്ടല്ലോ, ഇത് അർശുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ കുടുംബ ബന്ധത്തെ ചേർത്താലോ അല്ലാഹു അവനെ ചേർത്ത് പിടിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ കുടുംബത്തെ മുറിച്ചു കളഞ്ഞാൽ അല്ലാഹു അവനെ മുറിച്ചു കളയുന്നതാണ്. അത്രത്തോളം വളരെ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധം. പക്ഷെ ആ കുടുംബ ബന്ധം ഇന്ന് താറുമാറാക്കി കളയുന്ന ഒരവസ്ഥ. മാത്രമല്ല, കൂലിക്കപ്പുറമായിട്ട് സ്വർഗം കിട്ടുന്നതിനപ്പുറമായിട്ട് ഇപ്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്ന് എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ 4 കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒന്ന്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. രണ്ടാമത്, തുഖീമുസ്സലാത്ത വതുഅദ്ദി സകാത്ത്, നിസ്കരിക്കുക, സകാത്ത് കൊടുക്കുക. പിന്നെന്താ പറയുക, തസ്ലീഹുർ റഹീം, കുടുംബ ബന്ധം ചേർക്കുക. ഇത് 4 വളരെ കണ്ടീഷനായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റൂല? സ്വർഗത്തിൽ പോകാൻ പറ്റൂല, സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അത് മാത്രമല്ല, കുടുംബ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ മറ്റൊന്നും കൂടി ഉണ്ട്. എന്തെന്നറിയോ? വയസ്സ് കൂടിക്കൊണ്ടേയിരിക്കും. വയസ്സ് കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഇപ്പൊ അങ്ങനെയാണല്ലോ, കുറെ നാളോടെ ജീവിക്കണം, കുറെ നാൾ ജീവിക്കണം, വയസ്സ് കൂടിക്കൊണ്ടേയിരിക്കും. അതല്ലേ? വയസ്സ് കൂടാനും ഏറ്റവും ബെറ്ററാണ് കുടുംബ ബന്ധം. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസിൽ ഒരാൾ ഇരിക്കുകയാണ്. ദാവൂദ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയുന്നു, ദാവൂദേ, ഈ ഇരിക്കുന്ന മനുഷ്യൻ ഇനി ദുനിയാവിലുള്ള ആയുസ് വെറും 6 ദിവസം മാത്രമാണ് ദാവൂദേ എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസ്രായീൽ വന്ന് പറയുമ്പോൾ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. പോകുമ്പോൾ 6 ദിവസം കഴിഞ്ഞിട്ടും ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ
മജ്‌ലിസിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അതാരാണ്? 6 ദിവസം കഴിഞ്ഞ് മരിക്കും എന്ന് പറഞ്ഞ ആളാണ്. ആ ആള് 6 ദിവസം കഴിഞ്ഞിട്ടും വരുന്നു. ജിബ്രീൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ അരികിൽ വന്നപ്പോൾ നീ പറഞ്ഞല്ലോ 6 ദിവസം കഴിഞ്ഞ് ഇന്ന ആള് മരിക്കും എന്ന് പറഞ്ഞല്ലോ. ആള് ഹയാത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ, അയാള് ജീവിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് നബിയോട് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഈ സദസ്സ് വിട്ട് പിരിഞ്ഞതിന് ശേഷം ലമ്മാ ഖറജ മിൻ ഇൻദിക വസല റഹിമൻ ഖദ് കാന ഖതാഹാ ഫമദ്ദല്ലാഹു 20 സന. ഈ സദസ്സ് വിട്ടിട്ട് 6 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഈ മജ്‌ലിസ് ദാവൂദേ നിന്റെ മജ്‌ലിസിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം അയാള് കുടുംബ ബന്ധത്തെ ചേർത്തു. ഏത് കുടുംബ ബന്ധം എന്നറിയുമോ? കുടുംബ ബന്ധം മുറിച്ചിട്ടിരുന്ന, പിണങ്ങിയിട്ടിരുന്ന, പിണക്കമായി കിടന്നിരുന്ന ആ കുടുംബ ബന്ധത്തെ ഒട്ടിച്ചേർത്തു. ആ കുടുംബ ബന്ധത്തെ ഒട്ടിച്ചു വെച്ച കാരണത്താൽ അല്ലാഹു അദ്ദേഹത്തിന് 20 വർഷത്തെ ആയുസ് കൂട്ടിക്കൊടുത്തു എന്ന് അതുകൊണ്ട് എന്താ? ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒന്ന് മനസ്സിലാക്കുക, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. ആദ്യം ചെയ്യേണ്ടത് അല്ലാഹുവിൽ അടിയുറച്ചുള്ള വിശ്വാസമാണ്. പിന്നീടോ ഇബാദത്താണ്. പിന്നീടോ നിസ്കാരം കൃത്യസമയത്ത് പള്ളിയിൽ വന്ന് 5 വഖത്ത് നമസ്കാരം കൃത്യസമയത്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കുക. പിന്നീട് അതിനോടൊപ്പം ചെയ്യേണ്ടത് എന്തേ ചെയ്യേണ്ടതെന്നറിയോ? കുടുംബ ബന്ധം ചേർക്കുക. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വസ്ലുൽ ഖറാബത വല്ലർഹാ. എന്റെ പൊന്നുമോനെ, നീ കുടുംബ ബന്ധത്തെ മുറിച്ചു കളയല്ലടാ. നീ കുടുംബ ബന്ധത്തെ മുറിച്ചു കളയല്ലടാ. നീ കുടുംബ ബന്ധത്തെ ഒട്ടിച്ചേർപ്പിക്കടാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ മാത്രമല്ല, ഈ കുടുംബ ബന്ധം മുറിച്ചു കളയുന്നതുണ്ടല്ലോ, അത് പാപത്തിൽപ്പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, മൻ വസലഹു വസലഹുല്ലാഹ് വസലല്ലാഹു മൻ വസലഹാ വഖതഅല്ലാഹു മൻ ഖതഅഹാ. കുടുംബ ബന്ധത്തെ ആരെങ്കിലും ചേർത്താൽ അവനെ അല്ലാഹു ചേർത്ത് വെക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞാൽ അവനെ അല്ലാഹു മുറിച്ചു കളയും. അല്ലാഹു അവനുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ, എന്റെ ചെറുപ്പക്കാരാ, നീ കുടുംബ ബന്ധത്തെ അടുപ്പിക്കാൻ, നിന്റെ ബന്ധങ്ങളെ അടുപ്പിക്കാൻ, നിന്റെ കൂട്ടരെ അടുപ്പിക്കാൻ, നിന്റെ ജ്യേഷ്ഠ അനുജന്മാരുടെ മക്കളെ അടുപ്പിക്കാൻ, അവരുമായിട്ട് സംഘർഷമുണ്ടാക്കാതെ അവരുമായി സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, ഐക്യത്തോടുകൂടി പോയാൽ അല്ലാഹുവിന്റെ കൃപ നിന്റെ ഭവനത്തിൽ ഒഴുകുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റഹ്മത്ത് നിന്റെ കുടുംബത്തിൽ ഒഴുകുക തന്നെ ചെയ്യും. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമാ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒന്ന് മനസ്സിലാക്കുക, കുടുംബ ബന്ധത്തെ നീ മുറിച്ചു കളയാൻ പാടില്ല. കുടുംബ ബന്ധത്തെ നീ അകത്ത് മുറിച്ചു കളയുന്നത് വൻ തെറ്റാണ്, വൻ പാപമാണ്. അല്ലാഹുവുമായിട്ട് അടുക്കേണ്ട സംവിധാനമാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഇവിടെ ഈ സദസ്സിലിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ്. അത് മാത്രമല്ല, ശബ്ദം ശ്രവിക്കാൻ വന്നിരിക്കുന്ന ഉമ്മകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരികളും വയോവൃദ്ധരായ ഉമ്മമാരുമുണ്ട്. അല്ലാഹുവേ, ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ആളുകളൊക്കെ ഇങ്ങനെ എണീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. നിർത്താൻ വേണ്ടിയുള്ള സൂചനയാണോ ഇത്? ചുവന്നോടി കാണിക്കുന്ന പോലെ വണ്ടി പോകരുത് എന്ന് കാണിക്കില്ലേ? ചുവന്നോടി ഇഷാറ, റഖമുൽ ഇഷാറത്ത് ഇശാറ. ഈ ഇഷാറ കാണിക്കുന്ന പോലെ ആളുകൾ അവിടെ നിന്ന് കഴിഞ്ഞ് എണീറ്റ് പോകാത്ത ഒറ്റ വ്യക്തിയെ ഉള്ള പോലെ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം എനിക്ക് നമ്മുടെ ഷഫീർ സാഹിബ് ഇങ്ങനെ ഇരിക്കുക, സ്ഥാനം കൊണ്ട് പോകുന്നത് പോലെ കാവ്യമനുഷ്യനായി സ്ഥാനം കൊണ്ട് പോകുന്ന പറഞ്ഞിരിക്കുക. ബാക്കിയുള്ള ഏകദേശം ഇതിലൊക്കെ ഇറങ്ങിപ്പോയപ്പം നിർത്താനുള്ള ഒരു സിഗ്നലാണോ? ആണോ? അതിനൊന്നും മെമ്പറല്ല. ഉറങ്ങുന്നില്ലെന്നോ? ധൈര്യമാണ്. ഉറങ്ങുന്നില്ലെങ്കിൽ
ഉറങ്ങണ്ടേ? എന്നാൽ എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഒന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിനെ